അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആളും ബഹളമൊന്നും ഇല്ലാണ്ട് പെരപ്പുറത്ത് കയറിയിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. ഇത് വാട്ടർ ടാങ്കിനോട് ചാർന്ന് അതിൻ്റെ നിഴലത്തിരിക്കുക. അപ്പോൾ ഞാനിപ്പം എന്താണ് പറയാൻ വന്നതെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് കാര്യം ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. ഞാൻ ഒരുപാട് കമൻറ്റുകൾ കണ്ടു. പിന്നെ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ ചാനൽ തുടങ്ങുന്നത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ല. ഇന്ന് വരെ ഞാൻ ആ വേർഡ് ചാരിറ്റി ഒന്നും ഉപയോഗിച്ചിട്ടുമില്ല. പിന്നെ ചാരിറ്റി അല്ല നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം, അതാദ്യം മനസ്സിലാക്കുക. നമ്മളുള്ളതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നു, അതിനെ ചാരിറ്റിയായിട്ട് കണക്കാക്കിയിട്ടില്ല. വീഡിയോയിൽ വരാൻ താല്പര്യമുള്ളവരെ നമ്മൾ കാണിക്കും, താല്പര്യമില്ലാത്തവരെ നമ്മൾ വീഡിയോയിൽ കാണിക്കാറുമില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നത്. കാരണം ആദ്യകാലം ഇപ്പം പലർക്കും തോന്നും ഇപ്പം എന്താ ഇങ്ങനെ സഹായിക്കുന്ന വീഡിയോ അല്ലാണ്ട് ഫാമിലി വ്ളോഗ് വരുന്നത്. നമ്മുടെ ചാനൽ തുടങ്ങിയപ്പം ഏറ്റവും കൂടുതൽ ഫാമിലി വീഡിയോസ് ആയിരുന്നു. ഫാമും കാര്യങ്ങളും വീടും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. പതുക്കെ പതുക്കെയാണ് നമ്മൾ കാട്ടിപ്പോകുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയത് വീഡിയോയിൽ. നമ്മൾ പോകുമ്പോഴും തുടക്കത്തിലൊന്നും നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഫാമിലി വ്ളോഗ് ആയതല്ല നമ്മുടെ ചാനൽ. ഇപ്പം മാത്രമല്ല, പല ഇഷ്യൂകൾ കാരണം ആൾക്കാർ വീഡിയോയിലേക്ക് വരാൻ മടിക്കുന്നു. അതുകൊണ്ട് അവരൊറ്റപ്പെട്ടു പോകും കാട്ടിൽ. അതുകൊണ്ടാണ് നമ്മൾ പരമാവധി നമ്മൾ സഹായിക്കുന്ന ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ പുറത്തേക്ക് കാണിക്കാത്തത്. അവരവിടെ ഒറ്റപ്പെട്ടു പോകും. അല്ലെ പലർക്കിടയിൽ പിന്നെ നാടുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവരെ കാട്ടിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഇന്ന ആൾക്കാർ ഞാനുമായിട്ട് ഇപ്പോഴും നല്ല കോണ്ടാക്റ്റിലുണ്ട്, സഹായങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞാൽ അവരവരുടെ ഊരിൽ കാട്ടിൽ ഒറ്റപ്പെട്ടു പോകും. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഒരു കമൻറ്റാണ്, അജിതയുടെ വീഡിയോ കാണിക്കുക, അജിതയും പിള്ളേരെയും കാണിക്കുക. ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കാര്യം തന്നെ കമൻറ്റിൽ വരുന്നു. കുറേയൊക്കെ നമ്മൾ ഇങ്ങനെ എന്താ പറയുന്നത്, പേഴ്സണലി ആൾക്കാർ പറയുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അജിതയും പിള്ളേരെയും കാണിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടോ എല്ലാവരെയും ഒരു പർട്ടിക്കുലർ ലെവലിന് ശേഷം ഞാൻ സഹായിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് ഞാൻ കോണ്ടാക്റ്റ് വെക്കാറില്ല. അവരെപ്പറ്റി കാരണം എനിക്കൊരു ഉറപ്പ് വരുന്നൊരു സ്റ്റേജ് ഉണ്ട്, ഇനി ഇവരൊറ്റയ്ക്ക് മുന്നോട്ട് പൊയ്ക്കോളും. ഇപ്പോൾ സുനിലിൻ്റെ കാര്യം എടുത്താൽ തന്നെ അവർക്കൊരു കടയായി, കുടയുണ്ടാക്കാനാവും പഠിച്ചു, അതിനുള്ള മെറ്റീരിയലും എല്ലാമായി. അപ്പോൾ പിന്നെ അവർക്ക് തനിയെ ജീവിക്കാൻ പറ്റുന്നൊരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് നമ്മൾ അവരുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റേ ഞാൻ നിർത്തിവെക്കും. കാരണം പിന്നീട് അവർ സ്വന്തമായിട്ട് അധ്വാനിക്കണം, ഞാനില്ലെങ്കിലും അവർ മുന്നോട്ട് പോകണമല്ലോ. ആ ഒരു മെൻറ്റാലിറ്റിയാണ് എനിക്ക്. ഇപ്പോൾ അജിതയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, പലരും പ്രവചിച്ചതുപോലെ തന്നെ അവർ ഷെഡിലേക്ക് താമസം മാറി, അവരുടെ സ്വന്തം സ്ഥലമായി ഷെഡിലേക്ക് താമസം മാറിയതിൽ ഒരാഴ്ച പോലും എടുത്തില്ലെന്ന് തോന്നുന്നു. അല്ല മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ തന്നെ അജിതയുടെ ഭർത്താവ് വന്നു. ഭർത്താവും ഇപ്പോൾ അവരുടെ കൂടെ തന്നെയുണ്ട്. അപ്പം എന്തായാലും ഒരു ഗൃഹനാഥനും ഉണ്ട്, ആരോഗ്യത്തോടെ അജിതയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവരെ സഹായിക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. ഇനിയിപ്പോൾ അവരുടെ ജീവിതം മുന്നോട്ട് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. എനിക്ക് ചെന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പോൾ എന്തിനാ പുള്ളി വന്നേ, അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് അതിനെപ്പറ്റി കാരണം നമ്മൾ അവരുടെ ഫാമിലിയിൽ നോക്കിയത് 4 മക്കളെ മാത്രമാണ്. ഇനിയും ചിലപ്പോൾ അവർക്ക് കുട്ടികളുണ്ടാവാം, നാളെ ഒരിക്കൽ നിങ്ങൾ കാണുമായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നൊരു ചോദ്യം വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അജിതയുടെ ഭർത്താവ് അവിടെയുണ്ട്. അപ്പം ഞാൻ അജിതയുടെ ഭർത്താവിനെയോ അല്ല സഹായിച്ചേക്കുന്നത്, നമ്മൾ ചെയ്തു കൊടുത്തേക്കുന്ന അവർക്ക് വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് ആ 10 സെൻറ്റിൽ 5 സെൻറ്റ് 4 മക്കളുടെ പേരിൽ, അതായത് സ്ഥലത്തിലേക്ക് 2 പ്രമാണമായിട്ടാണ് ഈ 10 സെൻറ്റ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടേജ് വരുന്നത് വഴി ഉൾപ്പെടെയുള്ള 5 സെൻറ്റ് സ്ഥലം 4 മക്കളുടെ പേരിലും രക്ഷകി എന്ന പേര് മാത്രം അജിതയുടെ പേരും ആ 5 സെൻറ്റിൽ ചേർത്തു. വീട് വെക്കേണ്ടത് കൊണ്ട് ബാക്ക് സൈഡിലുള്ള 5 സെൻറ്റാണ് അജിതയ്ക്കുള്ളത്. അതിലേക്ക് വഴിയില്ല. കാരണം അജിത ഇത് ഈ 2 പ്രമാണത്തിൽ വിൽക്കുകയോ പണയം വെക്കുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മിനിമം 10 സെൻറ്റ് ഒരാളുടെ പേരിലുണ്ടാവണം. പക്ഷേ അജിതയുടെ പേരിൽ ഇപ്പോൾ 5 സെൻറ്റേ ഉള്ളൂ. ഇൻ കേസ് ഇനി ആരെങ്കിലും അത് എടുക്കുമെന്നുണ്ടെങ്കിൽ പോലും അതിലേക്ക് വഴിയില്ല. വഴി വരുന്നത് ആദ്യത്തെ ആ ഫ്രണ്ടിൽ കിടക്കുന്ന ആ ഒരു 5 സെൻറ്റ് സ്ഥലം മക്കളുടെ പേരിലുള്ളതാണ്. അതായത് ലാസ്റ്റ് ഓറഞ്ചൂട്ടിയില്ലേ, ഓറഞ്ചൂട്ടിക്ക് ഇപ്പം 2 വയസ്സാവുന്നു. ഓറഞ്ചൂട്ടിക്ക് 18 വയസ്സായാൽ പോലും ആർക്കും അതൊന്നും ചെയ്യാം. 18 വയസ്സാകുന്നവരെ ആ സ്ഥലം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 18 വയസ്സ് ഓറഞ്ചൂട്ടിക്ക് കഴിഞ്ഞാൽ പോലും അജിതയ്ക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ മക്കൾക്ക് 4 പേർക്കും കൂടെ തീരുമാനിക്കാതെ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം ഒരിക്കലും അത് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ് വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ ആലോചിച്ച് തന്നെയാണ് നമ്മളങ്ങനെ ഫ്രണ്ടേജ് 4 മക്കളുടെ പേരിൽ എഴുതി വഴി ഉൾപ്പെടെ എഴുതിയേക്കുന്നത്. ഇപ്പുറത്തെ സ്ഥലത്തോട്ട് വഴിയില്ല. എപ്പോൾ വേണേലും ഉപയോഗിക്കാം, അവരൊരുമിച്ച് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. പക്ഷേ ലോണോ അല്ലെങ്കിൽ വിൽപ്പനയോ മറ്റൊരാളുടെ പേരിലേക്ക് എഴുതുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തൽക്കാലം സാധ്യമല്ല. അജിതയുടെ പേരിലുള്ള സ്ഥലം അജിതയ്ക്ക് വേണേൽ എഴുതി മാറ്റാം, ആരുടെ പേര് വേണമെങ്കിലും. പക്ഷേ അതിലോട്ട് വഴിയില്ല.
അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ മോശമായിട്ട് പറയുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജീവിക്കട്ടെ. അപ്പോൾ എന്നോട് ഇനി ആരും ചോദിക്കേണ്ട പിന്നെ അജിത എന്തിയെ, അജിതയുടെ വീഡിയോയുടെ അജിതയുടെ മക്കളെയും അജിതയും വീടും കാണിക്കുകയെന്നും പറഞ്ഞുകൊണ്ടിടണ്ട. കാരണം അവർ ഫാമിലി ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് പുള്ളിക്കാരന് എന്നെ ഇഷ്ടമല്ല, എനിക്ക് പുള്ളിക്കാരനെ ഇഷ്ടമല്ല, തുറന്നു പറഞ്ഞേക്കാം, ഞങ്ങൾ തമ്മിൽ ചേരത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ക്യാമറയും തൂക്കി പോകുന്നുമില്ല, വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അപ്പോൾ അജിതയെ പറ്റി കൂടുതൽ ആർക്കെങ്കിലും അറിയണം, അല്ലെ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണമെന്ന് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വരിക, കോട്ടവൻപാറ വന്ന് അന്വേഷിക്കുക. ഇപ്പോൾ ഒരുമാതിരി എല്ലാവർക്കും അറിയാം, സീതത്തോടോ കോട്ടവൻപാറയോ വന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അജിതയെ കാണുകയോ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യാം. പിന്നെ ഞാനത് തീർച്ചയായിട്ടും ഞാനത് നിങ്ങളടുത്ത് പറയണം. കാരണം അജിത ഭർത്താവില്ലാണ്ടിരിക്കുകയായിരുന്നു ഇത്രയും ദിവസവും ഇത്രയും നാളും. അപ്പം പെട്ടെന്നൊരു ദിവസം നാളെ ഒരിക്കൽ അജിതയും അജിതയുടെ ഭർത്താവും കൂടെ പോകുമ്പോൾ മാത്രമല്ല, എന്നോട് പേഴ്സണലി ഈ വീടിനടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഹസ്ബൻഡ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹസ്ബൻഡ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സൈഡ് ക്ലിയർ ആവണം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എനിക്കും അറിയാം ഇപ്പോൾ ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്നുള്ളത്. നമുക്കിതിൽ മറ്റൊരു കാര്യമില്ല. അവരുടെ കുടുംബമായി ഞാനിനി അതിലേക്ക് ഇടപെടാനോ ഒന്നിനുമില്ല. ഇന്നും പക്ഷേ അജിത എന്നെ വിളിച്ചിട്ടുണ്ട്, കൊച്ചിൻ്റെ മരുന്നുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമായിട്ടൊക്കെ വിളിയുണ്ട്, കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് സംഭവം, ഞാൻ അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനുമായിട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു സംശയം ദയവായിട്ട് ഇനി ആ ഒരാഗ്രഹം ദയവായിട്ട് കമൻറ്റിലൂടെ അറിയിക്കേണ്ട. ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെയും കാണും, ഞാൻ കണ്ടിന്യൂസ് ഈ കമൻറ്റുകൾ കുറേയൊക്കെ ഞാൻ എന്ത് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ എത്രയാണെന്ന് വെച്ചാൽ റിമൂവ് ചെയ്യുന്നത്. നാളെ ഒരിക്കൽ അവരൊരുമിച്ച് സിഹത്തോട്ടിൽ കൂടെ ഒക്കെ പോകും. സിഹത്തോട് തന്നെ നമ്മുടെ ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നവരുണ്ട്. അവർ വിചാരിക്കില്ല ഞാൻ കള്ളത്തരവാ പറഞ്ഞ അജിതയ്ക്ക് ഭർത്താവില്ലെന്നുള്ളത്, നമ്മൾ കള്ളം പറഞ്ഞു എന്ന് വരും. ഒരിക്കലും അങ്ങനെയല്ല. അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ് എനിക്കറിയാവുന്നത്. ഇപ്പോൾ വന്നു എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല എന്തിനാ ഭർത്താവ് വന്നത്. കാരണം അവരുടെ സ്ഥലം അവർക്കായി, അവരായി, അവരുടെ കുടുംബമായി. നമ്മൾ ലൈഫിലെ വീടും കാര്യങ്ങളും രണ്ട് തരത്തിലുള്ള മുൻഗണനയുണ്ട് അവർക്ക്. ഒന്ന് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഈ രണ്ടിലും SC ST രണ്ടിലും കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് കിട്ടും. അപ്പോൾ പെട്ടെന്ന് വീടാവാനുള്ള എല്ലാം ഉണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്തു എന്ന് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം. അപ്പോൾ ദയവായി ഇനി അത്തരം കമൻറ്റ് ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയൊന്ന് മറുപടി കൊടുക്കുക. അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടെന്നോ അല്ലെങ്കിൽ നേരിട്ട് പോയി അന്വേഷിക്കാന്നുള്ള ഞാൻ എത്ര പേർക്ക് മറുപടി കൊടുക്കും. അപ്പം അതാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പം ഞാൻ ഇന്നലെ നടുവൊക്കെ തെന്നി വെട്ടിയിരിക്കുകയാണ്. ഞാൻ വയനാട്ടിലെത്തിയിട്ട് ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്നലെ. ഇന്ന് സെക്കൻഡ് ഡേ ഞങ്ങൾ നക്ഷത്രമൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. മീനിൻ്റെ ചെതുമ്പൽ മീൻ വെട്ടുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഇന്നലെ എന്തായിരുന്നു ഇവിടെ നടന്നതെന്നുള്ളത് ഈ വീഡിയോയുടെ കൂടെ ഞാൻ ചേർക്കുകയാണ്. ഇവിടുന്ന് സ്കിപ്പടിച്ചിട്ട് പോകല്ലോ, മൊത്തം കാണണം. കാരണം ഞാൻ ചോദ്യം ചോദിക്കും. ഞാൻ എന്ത് ചോദ്യം ചോദിക്കുന്നത്? കുഞ്ഞാറ്റയെ കണ്ടപ്പോൾ കിടുവിനോട് കുഞ്ഞാറ്റ പറഞ്ഞ എന്താണെന്നുള്ളത് ഞാൻ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്. അതെന്താണെന്ന് എന്നോട് കമൻറ്റ് ഇട്ടോണം. അപ്പം അറിയാമല്ലോ നിങ്ങൾ വീഡിയോ കണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ കിടു ഈ വീഡിയോയിൽ ഉഷമ്മേനെ കാണുന്നുണ്ടോ, കണ്ണാപ്പിയെ കാണുന്നുണ്ടോ, ഈ 3 ചോദ്യമുണ്ടേ. കുഞ്ഞാറ്റ കിടുവിനെ എന്താ പറഞ്ഞത്, അതുപോലെ കണ്ണാപ്പിയെ കിടു കാണുന്നുണ്ടോ, ഉഷമ്മേനെ കാണുന്നുണ്ടോ, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിട്ടിട്ട് കണ്ടുപിടിക്കാൻ നോക്കല്ലേ. അത് കള്ളത്തരം കേട്ടോ, ഞാൻ മിണ്ടത്തില്ലേ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കി വീഡിയോയും കൂടെ ചേർത്തിട്ട് നിങ്ങൾ കണ്ടിട്ട് വാ. ഞാനിനി പറയുന്ന തെറ്റാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ സൈഡാട്ടോ ഞാൻ പറഞ്ഞത്. എൻ്റെ തോന്നൽ എനിക്ക് പറയണം, എനിക്ക് ക്ലിയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ചിന്തിച്ചതും ഈ രീതിയിലായിരിക്കണമെന്നില്ല മറ്റൊരാൾ ചിന്തിക്കേണ്ടത്. എൻ്റെ തീരുമാനം എന്താണോ അതാണ് ഞാൻ പറഞ്ഞത്. അത് പോസിറ്റീവായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കുന്നവർക്ക് തള്ളിക്കളയാം. എനിക്കതേ പറയാനുള്ളൂ. എടാ വഴിയേ പോടാ കിടൂ. അമ്മേനെ അവിടെ എങ്ങും ചവിട്ടല്ലേ. എടാ വഴിയേ പോടാ കിടൂ. നീ എവിടെ പോവാ? പോയി. അവൻ ഒരു 100 റൗണ്ട് ഓടിയാലും അവൻ മടുക്കുകയല്ല. തന്നെയാണല്ലോ പണി. പൂവിന്റെ വീട്ടിൽ ആളുണ്ടെങ്കിൽ പോവില്ല. പൊന്നോടിണ്ട് നീ അടുത്ത റൗണ്ട് അടിക്കാൻ പോവാൻ പെരക്ക് ചുറ്റും. എന്താ കുവി 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 എന്തൊരു കുവി എന്തൊരു കുവി എന്തൊരു കുവി.
ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാൻ നടുവയ്യ നിവരുന്നില്ല നടു. ഇവൻ അവൻ്റെ കുരുത്തൊക്കെ ഇട്ട് തുടങ്ങി. ആണോ? ചിരിക്കുന്നോ? ഇനി ഇതപ്പം പൊട്ടിച്ച് തരാൻ കിടൂ. നീ ആരോടാടെ ഒറ്റയ്ക്ക് വർത്താനം പറയുന്നത്? ഏട്ടാ ഒരു 5 മിനിറ്റ് അടങ്ങിയിരി കുഞ്ഞെ. ഇത് അമ്മയുടെ കൃഷിയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ്, മുളക് തൈ, ഇതെല്ലാം മുളക്. ഇവിടെ ഉരുളക്കിഴങ്ങ്, ഇതെന്തോ ഒരു പൂച്ചെടിയാണ്. അവിടേക്ക് ഉണ്ട് പൂവുണ്ട്. ചുവട് പോലും നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് ശരിയാവുമെന്നാണ് പറഞ്ഞത്. തണുപ്പും കൂടെ ആയപ്പോഴത്തേക്ക് ഒട്ടും പറ്റുന്നില്ല. സ്പൈഡർമാൻ പോകുന്ന പോലെയാണ് പോകുന്നത്. അല്ല, സ്പൈഡർമാൻ അല്ലല്ലോ, എന്തോ പോലെയാണ് പോകുന്നത്. ഒറ്റ മിനിറ്റ് അടങ്ങിയിരിക്കാത്ത ചെറുക്കൻ്റെ പേരെന്തുവാ? നല്ല ചെറുക്കനോ? അല്ല, അഴുക്ക ചെറുക്കൻ. കിടു. അടങ്ങിയിരിക്കാത്ത ചെറുക്കൻ്റെ പേരാണ്? അയ്യടാ, അടങ്ങിയിരിക്കടാ, പൊടി പറപ്പിക്കാതടാ. ഒന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഞാനൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് കാര്യമായിട്ട് വീഡിയോ എടുക്കാം. അതുവരെ വയ്യ, സ്ലോ മോഷനില്ല ഇപ്പോഴത്തെ നടപ്പ്. ഇതാണ് 1 മിനിറ്റ് അടങ്ങിയിരിക്കുന്നില്ല. ആട്ടും കൂട്ടി കൂടെ ഓടുന്നു, എങ്ങാണ്ടൂടൊക്കെ ഓടുന്നു, ഓട്ടം തന്നെ ഓട്ടം. കിടു, വാച്ച് കാണിച്ചേ. കണ്ണാടിയുള്ള വാച്ച്. അമ്മ എങ്ങനെ മീൻ പറക്കുന്നു. വന്നേ പിന്നെ വീഡിയോ എടുത്തില്ല. കുഞ്ഞാവയ്ക്ക് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി ആക്കുന്നു. ഞങ്ങൾക്ക് സമയമുണ്ട്. എൻ്റെ മേത്തേക്കൊന്നും ഇട്ടിട്ടില്ല. എടാ, പല്ല് നമുക്ക് വീട്ടിൽ ചെന്ന് കളഞ്ഞാൽ പോരെ, ഇവിടുന്ന് കളഞ്ഞിട്ട് പോണോ? ഏണ്ട് പോകുന്നു. ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു. പക്ഷേ വേദനയ്ക്ക് ഒരു കുറവുമില്ല. തണുപ്പെന്ന് പറഞ്ഞാലും ഒരു അപാര തണുപ്പ്. ഇപ്പം നട്ടുച്ച സമയം, പക്ഷെ തണുത്തിട്ട് വയ്യ. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് തന്നെ കിടുവിനെ കുളിപ്പിക്കണം. ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാം. അവന് ജലദോഷമുണ്ട് ചെറുതായിട്ട്. ഈ തണുപ്പിൻ്റെ വലിയൊരു പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കുകയാണ്. കണ്ണന് ചീത്തപ്പേരായിരിക്കുന്നത് കണ്ണനാണ് സൈറ്റ് അടിക്കാൻ പഠിപ്പിച്ചത്. അതിന്റെ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. എടാ, ഒറ്റക്കണ്ണ ടീച്ചറിനെ ഒറ്റക്കണ്ണ അടച്ചു കാണിക്കാൻ ആരാ പറഞ്ഞു തന്നെ? വിഷയം മാറ്റണ്ട കിടു. എടാ, ഒരു കണ്ണടച്ച് കാണിക്കാൻ ടീച്ചറിനെ ഒരു കണ്ണടച്ച് കാണിക്കാൻ പറഞ്ഞ ആരാ? ടീച്ചർ തന്നെയാണോ പറഞ്ഞത്? അതുകൊണ്ടാണോ എന്റെ പേര് പറഞ്ഞത്? എന്തായാലും ടീച്ചർ കണ്ണാപ്പിയെ നോട്ടോട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് വയനാട്ടിലെ? നല്ല തണുപ്പടാ, നടുവനൊക്കെ വയ്യടാ. 12 മണി വരെ വാച്ച് പുതിയ വാച്ചാണോ ഇന്ന് മേടിച്ചേടാ? ഇന്ന് പോയിട്ട് 565 രൂപയുടെ ഒരു സാധനം എടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയുള്ള വില വേണ്ട, എടുത്ത വിലയില്ലല്ലോ ഒന്ന്. അത് കഴിഞ്ഞപ്പോൾ നീ വാച്ച് എടുത്ത് 20 രൂപ. ഞാൻ പറഞ്ഞു, ഉയ്യോ 20 രൂപയോ, ഇത് മതി അപ്പം പൈസ ഒന്നും ചിലവാക്കണ്ടെന്ന് വെറുതെ. സൈറ്റ് അടിച്ച് കാണിച്ചേട്ടാ, നോക്കട്ടെ ഒന്ന് നോക്കട്ടെ കാണിച്ചേ. കൂട്ടുകാരൻ, എൻ്റെ കൂട്ടുകാരൻ. നീ പേര് ചോദിച്ചോടാ? ആ, ഇവൻ്റെ പേരെന്തുവാ? ജോഹാൻ. അവനോ? ഏബൽ. എല്ലാം വലിയ വലിയ പേരാ. ഇത് ഭഗത്.
ഞങ്ങൾ ആണോ ഞങ്ങൾ കിടു എന്ന് വിളിക്കുന്ന ഭഗത്ത്. അതെ, ഇതാണ് ഞങ്ങളുടെ കിടു. ഉരുത്തക്കേട് ഒട്ടും ഇല്ലാത്ത കിടു അല്ലേ കിടു? അഴിച്ചു തരാം. എന്തോടാ ആ കൂട്ടുകാരെ കിട്ടിയ ഓടണ്ട ഓടണ്ട, ആരും കൂടെ ഓടുന്നില്ല. ഇത് തണുപ്പിനിടുന്ന ഡ്രസ്സാ, അതൊക്കെ എടുത്താൽ കിട്ടി ഞാൻ. ഇനി ചൂടെടുക്കുമെന്തോ, ഇനിയിപ്പോ തണുപ്പായിരിക്കുമല്ലോ അല്ലേ? ഇനി അവന്റെ ചെവിയും കേൾക്കത്തില്ല, അവനെ കണ്ണും കാണത്തില്ല. ഇതേ പറഞ്ഞു തറ എന്തൊക്കെയാ വാരുന്ന്. കിടുവിന് ഇത്രയും കൂട്ടുകാരെ കിട്ടുമെന്ന് കിടു വിചാരിച്ചില്ല. ഞങ്ങളങ്ങനെ കപ്പലണ്ടി വറക്കാൻ പോവുകയാണ്. ഇവിടുത്തെ എന്തോ ഇത് നിലക്കടല ഉപ്പ് വരട്ടി വെച്ചു. നിലക്കടല മീൻകറി ഇവിടെ ഇരുന്ന് തിളയ്ക്കുന്നു. എരിയുള്ള കപ്പലണ്ടിയോ? അല്ല, ഇതിപ്പോ എരി ഇല്ലാത്ത ഉണ്ടാക്കി തരും. തരാം, എരിയുള്ളത് എന്നാ. കപ്പ ഇരിപ്പുണ്ടോ അതോ? ഇല്ല. അയ്യോ, കപ്പ വേണമെങ്കിൽ വിഷ്ണുവിനെ പറഞ്ഞു വിടാം. അല്ല, കുഞ്ഞാവിനെ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. കുഞ്ഞാവനൊന്നും നോക്കണ്ട. എപ്പോഴും വിഷ്ണു വരുമ്പോ കൊണ്ടുവരാനാ? ഈ വിഷ്ണുല്ലേ, മറ്റേ അല്ല മറ്റേ വിഷ്ണു. അവനോട് പറഞ്ഞിട്ട് പുള്ളി കടയിലല്ലേ? ഇല്ല, പുള്ളിയെ കടയിൽ പോലെ വീട്ടിലുണ്ട്. കണ്ടാ ഞങ്ങൾ പൊതിഞ്ഞ് വെച്ചേക്കുന്ന കണ്ടില്ലേ? പുതപ്പിൻ്റെ അകത്ത് പകുതി ഭാഗം ഷോളിട്ട് മൂടി. ചന്ദ്രന് പോകാമെന്ന് തോന്നും കൊച്ചിൻ്റെ ഹെൽമെറ്റൊക്കെ കാണുമ്പോൾ. പക്ഷെ അങ്ങനെയല്ല, കൽക്കണ്ടം തിന്നുക. ചുമ അതെ, മുട്ടനായിട്ട് വേണം ചന്ദ്രനിലൊക്കെ അയ്യോ, തണുത്ത് പറിച്ചിരിക്കുവാണോ? അതെ, പറന്നു നടക്കുന്ന കിടു അല്ലേ? ഇത് ഒതുക്കിയതാണ്, അടിച്ചൊതുക്കിയേക്കുന്ന ഒരിടത്ത്. അടിച്ചിട്ടില്ല, അതവനറിയാം ഞാൻ അടിക്കുമല്ലോ, എന്നാ വന്നാലും അവനെ വിരട്ടത്തേ ഉള്ളെന്ന്. അച്ഛൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരെണ്ണം കിട്ടിയെന്നല്ലേ ഇന്നത്തെ കുരുത്തക്കേടിന്. എന്നെ പറ്റി അടങ്ങിയിരിക്കുന്നത്. അല്ല, അമ്മയ്ക്ക് ഉഷമ്മയുടെ ചേച്ചിയാണ്, കിടുവിൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇതേ കാര്യത്തിൽ ചേച്ചി തന്നെ. ഉഷമ്മ ഇവനും കൂടെ അവിടെ കഞ്ഞിയും കറിയും കളി, സാറ്റ് കളി, എല്ലാ പരിപാടിക്കും ഉഷമ്മയുണ്ട്. ഉഷമ്മ പോയപ്പോഴേ പറഞ്ഞു ഉഷമ്മ വിടത്തില്ല, ഇവനില്ലായിരുന്നു, സ്കൂളിൽ പോയായിരുന്നു. ഉഷമ്മ വിടത്തില്ല. ഞാൻ വളർന്നൊരു വലിയ ചെറുക്കനായി 2 വയസ്സാകുമ്പോൾ പോയാൽ മതി എന്ന്. വളർന്ന് വലിയ ചെറുക്കനായി 2 വയസ്സൊക്കെ ആകുമ്പോൾ പോയാൽ മതി എന്ന്. അവസാനം അത് ചില സമയത്ത് അക്കം കിട്ടത്തില്ല. 21 വയസ്സെന്ന് പറയാൻ അങ്ങനെയല്ല. കിടു പഠിച്ച് മിടുക്കനായിട്ട് വലിയ ദൂരെയൊക്കെ യാത്ര പോയി കിടു വരണം. കേട്ടാ കിടു? ഇപ്രാവശ്യം പുള്ളി പോലീസുകാരനായിരുന്നു. പക്ഷെ പേടിയാ, ബാക്കി പോലീസുകാരെ പേടിയാ, അതുകൊണ്ട് പോലീസ് ആവത്തില്ല. തണുപ്പുകൊണ്ട് കേട്ടോ കോട്ടൊക്കെ ഇടിച്ചേക്കുന്നത്. പാൻറ് ഇടാൻ സമ്മതിക്കുന്നില്ല, നിക്കറേ പറ്റുള്ളൂ എന്ന്. മുട്ടാൽ കഴിയുന്ന കാലത്ത് നിക്കറിടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ചെറിയ പ്രായത്തിൽ അവന് പാൻറ് തന്നെ വേണമായിരുന്നു, ഫുൾ പാൻറ്. വളർന്നപ്പോൾ അവന് നിക്കർ മതി. ഇടൂ, ആ മുഖം ഒന്ന് കാണിച്ച്. കിടുവിന്റെ തീവണ്ടി വേണ്ട നിർമ്മലാമ്മ തട്ടിയിട്ട്. ആണോ കുഞ്ഞാറ്റ എന്തുവാ കണ്ടുടനെ പറഞ്ഞ? നീ എന്താടാ വളരാതെന്നല്ലേ ചോദിച്ചേ? ഇന്ന് വന്നായിരുന്നു. ട്രെയിനിന് ഇത്തിരി നീളമുണ്ടാ. ഇങ്ങേറ്റത്തെ ഒന്ന് തട്ടി നോക്കിയാടാ കിടു, എന്താ പറ്റുമെന്നറിയാം. ഇപ്പൊ തന്നെ പൊക്കോളൂ. പക്ഷെ അവൻ അകത്തിയാണ് വെക്കുന്നത്. അകത്തി വെച്ചാൽ പോകത്തില്ലെന്ന് അവനറിയാം.
അമ്മ ഉണ്ടോ അടുത്തടുത്ത് നല്ല വൃത്തിക്ക് അടുക്കിയിട്ടുണ്ട്. നിന്റെയാണ് ഇവൻ തട്ടി പോകുന്നുള്ള പേടിക്കാണ് ഇവൻ അങ്ങനെ ചെയ്തേക്കുന്നത്. ഈ അപ്പയെ കൊണ്ടിട്ട് എന്തിനീ കിടന്ന് നടത്തിക്കുന്നത്? അപ്പ പറയുന്നത് ഓടലും നിൽക്കും. അപ്പയുടെ വീട്ടിൽ കുഞ്ഞാവേ ഉണ്ടോ ഉള്ള കാര്യം പറഞ്ഞേക്കാം. കൊതിപ്പിക്കല്ലേ, ദൈവം കൊടുക്കുമല്ലേ, നിങ്ങൾ വിഷമിക്കാൻ. അവന്റെ വിചാരം ഇപ്പോഴും ഉണ്ടെന്നാ. നിനക്ക് എളുപ്പം കിടുവ തട്ടിക്കളഞ്ഞേ. ഇതെന്തോ അവൻ നൈസായിട്ട് വിഷയം മാറ്റിയുണ്ടോ? നീയാ തട്ടിക്കളഞ്ഞേ. കിടുവിന് 2 അനിയത്തി ഭാവ വരും കേട്ടാ. 2 അനിയത്തി ഭാവ. രണ്ടിനെയും കൂടെ എങ്ങനെ എടുക്കും അല്ലേ കിടു? കിടു നോക്കൂ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ കിടു? കിടു നോക്കൂ. അത് കിടു നോക്കും, ഞാൻ നോക്കിക്കോണം. കൊച്ചു നോക്കൂ. സ്കൂളിൽ നിന്ന് ലീവ് എടുത്താ കൊച്ചു നോക്കാൻ പോന്നെ. ഒന്നും അറിയണ്ട കല്ലിയോ? അപ്പൊ ഒന്നും അറിയണ്ടെന്ന് പറ. അതെ, അപ്പൊ ഒന്നും അറിയണ്ടല്ലോ. ഞാൻ ഒന്നും ചെയ്തില്ല, തന്നെ പോണതാ. എടാ തന്നെ പോയതാടാ. ഞാൻ ഇവിടെ ഇത് വെച്ചത് അത് തന്നെ. ഇതിന്റെ എന്താ കുഴപ്പം? നീ ഇപ്പുറ സൈഡിൽ വന്നിരിക്കടാ. ഈ സൈഡ് ഇപ്പുറത്തെ സൈഡ് വെക്ക. അവിടെ നോക്കി, ഞാൻ ഇവിടെ വെച്ചിട്ട് വരാം. ഇന്ന് മൊത്തം ഇരുന്നോളും, ഒരു ശല്യം കാണത്തില്ല ഈ കാർഡുള്ളതുകൊണ്ട്. അതിന് വേണ്ടിട്ട് ചിമ്പു ഇവരുടെ അല്ലെന്നാ അമ്മയാ പറഞ്ഞ, ഇവരുടെ അല്ല. ഒരുത്തന്റെ പരിപാടി നോക്കിയ രാത്രി ഇപ്പൊ ഇത്രയും നേരം കിടന്ന് ഓടി ഉള്ള കൊതുകിന്റെ എല്ലാം കടിയും കൊണ്ടിട്ട് വന്ന് എന്നെയും കൊണ്ട് ചൊറിയിപ്പിക്കുക, എന്നെ ഉറങ്ങാൻ സമ്മതിക്കാണ്ട്. ചൊറിഞ്ഞതാ. നിങ്ങളുടെയൊക്കെ പിള്ളേർ ഇങ്ങനെയാണോ വീട്ടില്? രാത്രിയാകുമ്പോൾ ഇങ്ങനെ പറയുമോ ചൊറിഞ്ഞതാ തൂത്തുതാ? അവന് ഞാൻ ചൊറിഞ്ഞു കൊടുക്കുമ്പോൾ ഉറങ്ങാൻ വേണ്ടി അവൻ്റെ നമ്പര്. അതെടാ കള്ള. ആ സമ്മതിച്ച്. ഒന്ന് 10 മിനിറ്റ് ഇരിക്കടാന്ന് പറഞ്ഞപ്പോ കണ്ടോ വിടൂ. ഇതെല്ലാം ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഈ മേഘത്തിന് പാടില്ലാത്ത സ്ഥലമില്ലേതായി. അങ്ങനെ ഞങ്ങളുടെ 1-ാം ദിവസം നടുവേദനയൊക്കെ ആയിട്ട് ഞങ്ങളുടെ 1-ാം ദിവസം തീർന്നു. നാളെ ഇവിടെ ഓട്ടാണ്. ഓട്ട് കഴിഞ്ഞിട്ട് അപ്പയ്ക്ക് നടുവേദന, ചേട്ടായിക്ക് മുട്ടുവേദന, എനിക്ക് ചൊറിവേദനയോ. അങ്ങനെ നാളെ ബാക്കി വിശേഷങ്ങൾ. നാളെ നമ്മൾ നക്ഷത്രമൊക്കെ ഉണ്ടാക്കുന്ന ദിവസം. കിടു കണ്ടിട്ടില്ല അങ്ങനെ നക്ഷത്രം ഉണ്ടാക്കുന്നതെന്നും. അപ്പം നമ്മൾ കിടുവിന് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. ടാറ്റാ, ഗുഡ് നൈറ്റ്.